നമ്മുടെ ഈ ദുരിതാശ്വാസത്തിന് ചിലവായ തുകയെക്കുറിച്ചൊരു ഒരു ഒരു കൺഫ്യൂഷൻ ആൾക്കാരുടെ ഇടയിലുണ്ട്. തെറ്റായ വാർത്തകളാണ് വാർത്താ ചാനലുകളും 24 ഉൾപ്പെടെ സംപ്രേഷണം ചെയ്ത് എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നു. അതിനെക്കുറിച്ച് ആഴത്തിൽ അന്വേഷിച്ച് വിവരം പറയാം എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഇന്നലെ രാത്രി അതിനെക്കുറിച്ച് ഗൗരവമായിട്ട് അന്വേഷിച്ചു. മുണ്ടക്കൈ ചൂരൽമല ഉൾപ്പെട്ട ദുരന്തത്തിൻ്റെ വേദനയിൽ നിന്ന് കേരളം ഇപ്പോഴും മുക്തമായിട്ടില്ല എന്ന് നമുക്കറിയാം. ഒരുപാട് ആളുകൾ വഴിയാധാരമായി പറയുന്ന പ്രദേശത്ത് ഉടലുകയാണ്. ആ സമയത്താണ് നമ്മൾ ഇത്തരം വിവാദത്തിലേക്ക് കടക്കുന്നത്. രക്ഷാദൗത്യത്തിനും പുനരധിവാസത്തിനുമായി സർക്കാർ തയ്യാറാക്കിയ തുകയുടെ കണക്ക് സംബന്ധിച്ച് ഇന്നലെ 24 നൽകിയ വാർത്തയിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടായി എന്ന് പല ആളുകളും എന്നോട് ഫോൺ വഴിയും അല്ലാതെയൊക്കെ സൂചിപ്പിച്ചപ്പോഴും ചില സംഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ വിശദാംശങ്ങൾ ഇതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഉരുൾപൊട്ടൽ ദുരന്തത്തിന് പിന്നാലെ സംസ്ഥാന സർക്കാർ ദുരന്തത്തിൻ്റെ കാര്യകാരണങ്ങളും SDRF ചട്ടപ്രകാരം രക്ഷാദൗത്യത്തിനും പുനരധിവാസത്തിനും വേണ്ട തുകയൊക്കെ കണക്കാക്കി കഴിഞ്ഞ ഓഗസ്റ്റ് 17-ാം തീയതി ഒരു മെമ്മോറാണ്ടം തയ്യാറാക്കി. ഓഗസ്റ്റ് 23-ന് ദുരന്തവുമായി ബന്ധപ്പെട്ടൊരു ഹർജി പരിഗണിക്കവേ ഈ മെമ്മോറാണ്ടം സർക്കാർ കേരള ഹൈക്കോടതി സമർപ്പിച്ചു. പിന്നാലെ ഓഗസ്റ്റ് അവസാന വാരത്തിൽ ചീഫ് സെക്രട്ടറി വഴി ഇതേ മെമ്മോറാണ്ടം കേന്ദ്രത്തിന് നൽകുകയും ചെയ്തു. രക്ഷാദൗത്യവും പുനരധിവാസവും തുടരുന്നതിനാൽ ഓരോ പ്രവൃത്തിക്കും അതുവരെ ഉണ്ടായതും ഇനി ഉണ്ടാകാൻ സാധ്യതയുള്ളതുമായ ചെലവുകളെല്ലാം കണക്കുകൂട്ടി അതിൻ്റെ ഒരു ടോട്ടൽ എസ്റ്റിമേറ്റാണ് സർക്കാർ മെമ്മോറാണ്ടത്തിൽ ഉൾക്കൊള്ളിച്ചത്. അത് ഇന്നലെ വാർത്താ ചാനലുകൾ വാർത്തകളായി കൊണ്ടുവന്നു. ആദ്യം ആ വാർത്ത 24 ആയിരുന്നില്ല കയറിയത്. പക്ഷേ പിന്നീട് 24 അത് ചെലവാക്കിയ തുകയാണ് എന്ന രീതിയിൽ വാർത്തകൾ കൊടുത്തു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ചെലവഴിച്ച തുകയുടെ കണക്കല്ല, അത് എസ്റ്റിമേറ്റാണ്. ഭാവിയിൽ വരാൻ സാധ്യതയുള്ള ചെലവും കൂടി കണക്കാക്കി സാധാരണ രീതിയിൽ സർക്കാർ തയ്യാറാക്കുന്ന ഒരു ടോട്ടൽ എസ്റ്റിമേറ്റാണ് എന്ന് മനസ്സിലാക്കി ആദ്യം ആ വാർത്ത തിരുത്തി കൊടുത്തത് 24 ആണ്. എന്നാൽ പുറത്തു വന്ന കണക്കുകൾ പ്രതീക്ഷിക്കുന്ന ആകെ ചെലവിൻ്റേതാണ്, അത് കേന്ദ്രത്തിന് സമർപ്പിക്കാനായി തയ്യാറാക്കിയതാണെന്ന് പിന്നീട് മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും സ്ഥിരീകരിച്ചു. മുഖ്യമന്ത്രി മാത്രമല്ല, വയനാട് ദുരന്തത്തിന് ലഭിക്കാൻ സാധ്യതയുള്ള കേന്ദ്ര വിഹിതത്തിൻ്റെ സാധ്യതകൾക്ക് തുരങ്കം വയ്ക്കാനാണ് ഈ നടപടിയെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുകയുണ്ടായി. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഹർജി ഈ മാസം 27-ാം തീയതി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വാദം കേൾക്കാനായി മാറ്റിവെച്ചിട്ടുണ്ട്. എനിക്കൊന്ന് മാത്രമേ പറയാനുള്ളൂ, യഥാർത്ഥത്തിൽ ഈ ടോട്ടൽ എസ്റ്റിമേറ്റ് ആണ് ഇതെന്ന് സർക്കാർ പറയുന്നു. ആ വാദം നമ്മൾ അംഗീകരിക്കുന്നു. അതോടൊപ്പം എത്ര ചിലവായി എന്ന് അറിയണമെന്ന് പ്രതിപക്ഷവും മറ്റുള്ള ആളുകളുമൊക്കെ ആവശ്യപ്പെടുന്നു. ചിലവായ തുക, ഇതുവരെ ചിലവായ തുക, ഇനിയും ചിലവുകൾ സാധ്യതയുണ്ട്, എന്നാൽ ഇതുവരെ ചിലവായ തുക ഇത്രയാണ് എന്ന രീതിയിൽ ഗവൺമെൻറ്റിന് ഇത് പുറത്തുവിടാൻ കഴിയുന്നതേ ഉള്ളൂ. അത് പുറത്തു വിടണം എന്നാണ് ഇതിനകത്തൊരു സുതാര്യത കൊണ്ടുവരാൻ വേണ്ടി. എന്നാൽ നമ്മൾ ഒരു കാരണവശാലും ഈ വിവാദം കത്തിപ്പടർത്തി ഈ കേന്ദ്രവിഹിതം കിട്ടാനുള്ള ഒരു സാധ്യത നമ്മൾ നശിപ്പിച്ച് കളയരുത്. കാരണം ചൂരൽമലയിലും മുണ്ടക്കൈയിലും അതുപോലെ പുഞ്ചിരിവട്ടത്തുമൊക്കെ 600-ലധികം മനുഷ്യർ മരിച്ചൊരു ദുരന്തമാണിത്. ഒരുപാട് ആളുകൾക്കെല്ലാം നഷ്ടപ്പെട്ടു പോയി. അവരുടെ ജീവിതമൊക്കെ കണ്ടാൽ നമ്മൾ തകർന്ന് തരിപ്പണമായി പോകും. അങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയിൽ രാഷ്ട്രീയ വിവാദം ഉണ്ടാക്കി നമ്മൾ ഇതിൽ നിന്ന് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ആരും നടത്തരുതെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥനയുള്ളത്. ഈ വിവാദത്തിന് വഴിമരുന്നിടാൻ ചെറുതായിട്ടെങ്കിലും ഒരു സംഭാവന ചെയ്യാൻ കഴിഞ്ഞു 24 എന്നറിയുന്നതിൽ നമുക്ക് ഖേദമുണ്ട്. നമ്മൾ ആ ഖേദം ഇവിടെ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ഒരു ടോട്ടൽ എസ്റ്റിമേറ്റ് ആയിട്ട് ഇതിനെ കാണുകയും വേണം. അതേസമയം ഇതിൻ്റെ യഥാർത്ഥ ചെലവ് സംസ്ഥാന സർക്കാർ പുറത്തുവിടുക തന്നെ വേണം. ഇപ്പോൾ പുറത്തുവിടാൻ പറ്റില്ല, എന്ന് പുറത്തുവിടും, ഒരു തീയതി നിശ്ചയിച്ചാൽ ആളുകൾ അത് വിശ്വസിച്ചുകൊള്ളും. മാത്രമല്ല കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടാനുള്ള പണം ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്രയും വിശദമായി ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇതൊരു ആശയക്കുഴപ്പം കേരളത്തിൽ ഉണ്ടാക്കി എന്നുള്ളത് കൊണ്ട് തന്നെയാണ്.